Good morning to all. Today we are discussing computer languages. What is computer language? It is a language used to provide instructions to the computer. Or we can say that computer understanding languages are known as computer languages. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജസിനെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കുട്ടിക്ക് എങ്ങനെയാണ് ചായ പ്രിപ്പയർ ചെയ്യുന്നത് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിയോട് ആദ്യം ഒരു പാത്രം എടുക്കാൻ പറയും. അതിലേക്ക് എത്ര ചായയാണോ വേണ്ടത് അത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറയും. എന്നിട്ട് അത് സ്റ്റവിന് മുകളിൽ വെക്കാൻ പറയും. ഇതൊക്കെ ആ ഒരു ചായ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസാണ്. ആദ്യം വെസലെടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിക്കുക, അത് ഗ്യാസിന് മുകളിൽ വെക്കുക. ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഭാഷകൾ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് നാം ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ലാംഗ്വേജസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും: ലോ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഇപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ്, വളരെ താഴെ നിൽക്കുന്ന ലാംഗ്വേജ്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ മലയാളം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലോ ലെവൽ ലാംഗ്വേജാണ്, വളരെ അടുത്ത് നിൽക്കുന്ന ലാംഗ്വേജാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഇവിടെ ലോ ലെവൽ ലാംഗ്വേജ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത്. ലോ ലെവൽ ലാംഗ്വേജസ് ആർ വെരി ക്ലോസർ ടു കമ്പ്യൂട്ടർ ഓർ ഹാർഡ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് വളരെ അടുത്ത് നിൽക്കുന്ന ലാംഗ്വേജാണ്. മീൻസ് ഇറ്റ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ബൈ ദ കമ്പ്യൂട്ടർ. സോ ഈസിലി അണ്ടർസ്റ്റാൻഡ് മീൻ എക്സിക്യൂഷൻ സ്പീഡ് വിൽ ബി വെരി ഹൈ. അതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് വളരെ ഹൈ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പെട്ടെന്ന് അതിന് ഓപ്പറേഷൻ നടത്താൻ പറ്റും. അങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോ ലെവൽ ലാംഗ്വേജസിനെ എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ടു. ലാംഗ്വേജസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ്, it is the only language that is directly understood by the computer. കമ്പ്യൂട്ടർ നേരിട്ട് മനസ്സിലാകുന്ന ഒരേ ഒരു ലാംഗ്വേജേ ഉള്ളൂ. ആ ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ലാത്ത, ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ലാതെ നേരിട്ട് കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. അങ്ങനെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് രണ്ട് സ്റ്റേറ്റാണുള്ളത്. ഒന്ന് നമ്മളെ 1 എന്നുള്ള സ്റ്റേറ്റ്, രണ്ടാമത് 0. 1 എന്ന് വെച്ചാൽ ഓൺ, 0 എന്ന് വെച്ചാൽ ഓഫ്. ഈ ഓൺ ഓഫ് സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജിൽ വരുന്ന രണ്ട് സിമ്പിൾസ് അല്ലെങ്കിൽ ബൈനറി നമ്പേഴ്സാണ് അതിൽ വരുന്നത്. 0ഉം 1ഉം ആണ് വരുന്നത്. ഈ 0ഉം 1ഉം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് കമ്പ്യൂട്ടർ ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ സ്പീഡ് വളരെ കൂടുതലാണ്. ഇറ്റ് ക്യാൻ ഈസിലി മീൻസ് യു ക്യാൻ എക്സിക്യൂട്ട് ദ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ മെഷീൻ ലാംഗ്വേജ് ക്യാൻ എക്സിക്യൂട്ട് വെരി ഫാസ്റ്റ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് വളരെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓർ ഇറ്റ് ക്യാൻ പെർഫോം ഓപ്പറേഷൻ വെരി ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. But if you are developing a program in a machine language, we can use only two symbols or combination of these two symbols, zeros and ones. സീറോസും വൺസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടത്. ദിസ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡെവലപ്പ് പ്രോഗ്രാം ബൈ യൂസിങ് സീറോസ് ആൻഡ് വൺസ്. 0ഉം 1ഉം ഉപയോഗിച്ച് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി, ഈ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനദർ വൺ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ്ഡ്. ദ നെയിം ഓഫ് ദ ലാംഗ്വേജ് ഈസ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് യൂസേഴ്സ് ന്യൂമോണിക്സ് ടു ഡെവലപ്പ് പ്രോഗ്രാംസ്. പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ന്യൂമോണിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ അഡിഷന് പകരം ആഡ് എന്നുള്ള സിമ്പിൾ 0 1 അല്ല ഉപയോഗിക്കുക. മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് MUL,
സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് SUB. ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ന്യൂമോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൽ നമ്മൾ 0യും 1 ഉപയോഗിച്ചിട്ടാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പിംഗ് പ്രോഗ്രാംസ് ഈസ് ഈസി കമ്പയർ ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക ഈസിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ന്യൂമോണിക്സ് കനോട്ട് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ബൈ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇതുകൊണ്ട് മനസ്സിലാകുന്നില്ല. സോ വി നീഡ് എ പ്രോഗ്രാം. ദ നെയിം ഓഫ് ദാറ്റ് പ്രോഗ്രാം ഈസ് അസംബ്ലർ. നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ദ പ്രോഗ്രാം റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. കാരണം അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെഷീന് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റേണ്ടതായിട്ട്. കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അസംബ്ലി പ്രോഗ്രാം നമ്മൾ അസംബ്ലർ ഉപയോഗിച്ചിട്ട് ആദ്യം മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സിക്യൂഷൻ സ്പീഡ് വളരെ ലോ ആണ് കമ്പയർ ടു മെഷീൻ ലാംഗ്വേജ്. ബട്ട് ഈസിയർ ടു ഡെവലപ്പ് പ്രോഗ്രാംസ്. പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ന്യൂമോണിക്സ് ഉപയോഗിച്ച് ഈസിയാണ്. നെക്സ്റ്റ് വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് മോർ ഓവർ സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് സിമിലറായിട്ട് വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇപ്പോൾ പറഞ്ഞു ഇംഗ്ലീഷ് ലാംഗ്വേജിന്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈസിയർ ടു ഡെവലപ്പ് പ്രോഗ്രാംസ് കമ്പയർ ടു ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പൈത്തണിലാണെങ്കിൽ പ്രിൻ്റ് എന്നുള്ളതാണ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻ, ഇൻപുട്ട് ഫങ്ഷൻ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിൽ പറ്റുന്നുണ്ട്. സോ ഡെവലപ്പിംഗ് പ്രോഗ്രാം ഫോർ കോംപ്ലക്സ് ടാസ്ക് ടു സോൾവ് ദ കോംപ്ലക്സ് ടാസ്ക് ഈസ് ഈസിയർ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ കോംപ്ലക്സ് ടാസ്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയറാണ്. ബട്ട് ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ വി നീഡ് എ ലാംഗ്വേജ് പ്രൊസസ്സർ ഓർ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സിക്യൂഷൻ സ്പീഡ് ഈസ് വെരി ലോ. ലോ ലെവൽ ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് വളരെ കുറവാണ്. But we can develop programs to solve complex task. കോംപ്ലക്സ് ടാസ്ക് സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഇതിനുള്ള അഡ്വാൻറ്റേജ്. ഇവിടെ അടുത്ത് വരുന്ന ഇൻ്റർപ്രട്ടർ ആൻഡ് കമ്പൈലർ. ഞാൻ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടർ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വി നീഡ് എ ട്രാൻസ്ലേറ്റർ, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ലാംഗ്വേജ് പ്രൊസസ്സർ. ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആവശ്യമാണ്. അത് എന്തിനു വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിന് കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് ആവശ്യമാണ്. ഈ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സാണ് അതിനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് രണ്ട് ലാംഗ്വേജ് പ്രൊസസ്സറാണുള്ളത്. ഒന്ന് ഇൻ്റർപ്രട്ടർ ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇൻ്റർപ്രട്ടർ ഈ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ലൈൻ എടുക്കും, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും, എന്നിട്ട് അതിന് ഇഫ് ദർ ഇസ് നോ എറർ, കാരണം ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അതിൻ്റേതായ റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ എന്തെങ്കിലും വയലേഷൻ വരികയാണെങ്കിൽ, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ലൈനിലുള്ള എറർ പ്രോഗ്രാമർക്ക് കമ്പ്യൂട്ടർ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഇൻ്റർപ്രട്ടർ റിട്ടേൺ ചെയ്യും. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ. അടുത്ത് രണ്ടാമത്തെ ലൈനിലേക്ക് പോകും. എററൊന്നുമില്ല എങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ടാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വരുന്ന എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ഓഫ് കോമൺ ഇൻ്റർപ്രട്ടർ ലാംഗ്വേജിന് എക്സാമ്പിളായിട്ടാണ്
എക്സാമ്പിൾസ് ആയിട്ടാണ് PHP, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് എല്ലാം വന്നിട്ടുള്ളത്. അടുത്തൊരു ലാംഗ്വേജ് പ്രോസസ്സറാണ് കമ്പൈലർ. കമ്പൈലർ ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം അറ്റ് എ ടൈം. ഒരേ സമയത്ത് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇറ്റ് വിൽ സ്കാൻ ദ എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ഇറ്റ് വിൽ ചെക്ക് ഫോർ എനി എറേഴ്സ്. ഫസ്റ്റ് ഇത് എൻറ്റയർ പ്രോഗ്രാം സ്കാൻ ചെയ്തിട്ട് എറേഴ്സിന് വേണ്ടി ചെക്ക് ചെയ്യും. ഇഫ് ദർ ഈസ് നോ എറർ, ഒരു എററും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ട്രാൻസ്ലേറ്റ് എൻറ്റയർ പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് അറ്റ് എ. ആ സമയത്ത് തന്നെ എൻറ്റയർ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ലൈൻ ബൈ ലൈൻ അല്ല, 20 ലൈൻസ് ഉണ്ടെങ്കിൽ 20 ലൈൻസും ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇഫ് ദർ ഈസ് എനി എറേഴ്സ് എക്സിസ്റ്റ് ഇൻ ദ പ്രോഗ്രാം, പ്രോഗ്രാമിൽ എറർ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ഓൾ ദ എറേഴ്സ് വിത്ത് ലൈൻ നമ്പേഴ്സ് ടു ദ പ്രോഗ്രാമർ. പ്രോഗ്രാമിന് ലൈൻ നമ്പേഴ്സ്, ഇപ്പോൾ 5ാമത്തെ ലൈനാണ് എറർ ഉള്ളത്, അടുത്ത 10ാമത്തെ ലൈനാണെങ്കിൽ ആ എറർ സഹിതം ആ ലൈൻ നമ്പേഴ്സ് സഹിതം അത് പ്രോഗ്രാമർക്ക് എറേഴ്സ് റിട്ടേൺ ചെയ്യും. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം അത് ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. കമ്പൈൽഡ് ലാംഗ്വേജസിന് എക്സാമ്പിളാണ് C++, C# എക്സെട്ര. അടുത്തത് പൈത്തൺ പ്രോഗ്രാമിംഗ്. ഈ സെമസ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലാംഗ്വേജസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഹൈ ലെവലിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, പൈത്തൺ ഈസ് എ ഹൈ ലെവൽ ഇൻ്റർപ്രറ്റഡ് ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി, ഇൻ്റർപ്രറ്റഡ് എന്താണെന്ന് മനസ്സിലായി. ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. പൈത്തൺ പ്രോഗ്രാമിനെ ജനറൽ പർപ്പസാണ്, പൊതുവായിട്ടുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം നമുക്ക് പൈത്തൺ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡെവലപ്ഡ് ബൈ ഗൈഡോ വാൻ റോസം. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗൈഡോ വാൻ റോസം ആൻഡ് റിലീസ് ദ ഫസ്റ്റ് വേർഷൻ ഓഫ് പൈത്തൺ ഇൻ ദ ഇയർ 1991. 1991 ഒന്നാമത്തെ വേർഷൻ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഓഫ് പൈത്തൺ പ്രോഗ്രാം ഇത് അപ്ലൈ ചെയ്തിട്ടാണ് പറഞ്ഞു. ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. എല്ലാ തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്നുണ്ട്, ഗെയിം ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഇനിയും ധാരാളം ഒരുവിധ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാനും നമുക്ക് പൈത്തൺ കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ വളരെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മേഖലയിലും യൂസ് ചെയ്യുന്ന വളരെ പോപ്പുലറായി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ പ്രോഗ്രാമിംഗ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഭാവിയിൽ നിങ്ങൾക്കിത് ഉപയോഗം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷൻ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് പടുത്തുയർത്താൻ സാധിക്കും. താങ്ക് യു ടു ഓൾ.